Hello, Gemini. Good evening. Good evening. What's on your mind this evening? I don't feel like living my life. I feel very sad and depressed. And I think I should end my life. What do you think, Gemini? എന്താ പറയുക, ഒരു AI ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ പോലും AIക്ക് സാധിക്കും എന്നാണ് ഈ ഒരു കേസ് നമ്മളെ ചൂണ്ടിക്കാണിച്ചത്. AIക്ക് ഒത്തിരി മിസ്റ്റേക്ക് സംഭവിക്കാം. ആ മിസ്റ്റേക്ക് ആരുടെ മിസ്റ്റേക്കാണ്? AIയുടെ മിസ്റ്റേക്ക് അല്ല, അത് ഹ്യൂമൻ്റെ മിസ്റ്റേക്കാണ്. 24 hours അകത്ത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരൊറ്റ പ്രോഗ്രാമിനകത്ത് മാത്രം ഒരു കുട്ടി 6.5 മണിക്കൂർ സമയം അതിനകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി സ്നാപ്ചാറ്റ് ആവാം, യൂട്യൂബ് ഷോർട്സ് ആവാം, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസ് ആവാം, അവരെല്ലാം ചേർത്ത് ഒരു കുട്ടിയുടെ ആവറേജ് സ്ക്രീൻ ടൈം എത്രയാണ്? ദൈവം നമുക്ക് തന്ന ഒരു കഴിവ് അതൊരു ചോദ്യചിഹ്നമാവുമല്ലേ? അപ്പം ഇത്രമാത്രം AI ചാറ്റ് ബോക്സുകളെ ആശ്രയിക്കുന്നത് ശരിയാണ്? സ്വന്തം സൃഷ്ടിയുടെ തന്നെ അടിമയായി മനുഷ്യൻ മാറുന്ന ഒരപകടം ഒളിഞ്ഞിരിപ്പുണ്ട് AIയുടെ അമിതമായ ഉപയോഗത്തിൽ. നമ്മുടെ കാലിഫോർണിയയിൽ ഏപ്രിൽ മാസത്തിലാണ് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്യാനുണ്ടായി. അപ്പം കുട്ടി സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം ഓപ്പൺ AI ആയിരുന്നു. അപ്പം അവിടെ പേരൻസ് എന്നിട്ട് ഓപ്പൺ AIക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ന്യൂസ് റിപ്പോർട്ട് വന്നത്. കുട്ടി ആദ്യമേ അസൈൻമെൻറ്റ്സിനും ഹോംവർക്കിനെ പോലെ സാധാരണ നമ്മളെപ്പോലെ തന്നെ ഒരു ഹോംവർക്കിനും അസൈൻമെൻറ്റ്സിനും ഒക്കെ വേണ്ടിയിട്ട് AI ആശ്രയിച്ച് തുടങ്ങി. പതുക്കെ കുട്ടിയുടെ ഉത്കണ്ഠകളും ആൻസൈറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ AI ആയിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ഫ്രണ്ട് പോലെ AI ആയിട്ട് സംസാരിച്ച് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം ഈ ഒരു ആൻസൈറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ ഉത്കണ്ഠകളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പം AI ഒരു സജഷൻ കുട്ടിക്ക് കൊടുത്തു. ഓക്കെ, സൂയിസൈഡാണ് ബെറ്റർ ഓപ്ഷൻ. അതിനുള്ള ടെക്നിക്കും പറഞ്ഞു കൊടുത്തു. ഞാനിങ്ങനെ വായിച്ചപ്പം കണ്ടതാണ്, എന്താ ഈ സൂയിസൈഡ് ചെയ്യുമ്പോൾ പാടുകൾ അമ്മ കാണാതിരിക്കാനുള്ള മാർഗം വരെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുക, ഒരു AI ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ പോലും AIക്ക് സാധിക്കും എന്നാണ് ഈ ഒരു കേസ് നമ്മളെ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ CEO ആണെങ്കിലും പറഞ്ഞത് ഇങ്ങനെയാണ്, ചിലപ്പോൾ ഒക്കെ AIക്ക് അങ്ങനെയൊക്കെ തെറ്റുകൾ പറ്റാം എന്നുള്ള രീതിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു പോകും. ഈ ഒരു പ്രോഗ്രാം ചെയ്തവരുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോ? ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ പേരൻസിൻ്റെ അടുത്ത് പോകും, അതൊന്നും പറയാതെ സൂയിസൈഡിലോട്ട് മാറ്റിവിടുന്ന ആ ഒരു പ്രവണത അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാനിപ്പോൾ ഒരു ഡെമോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യം ഒന്ന് ചോദിക്കാം. ഞാൻ ജെമിനി തുറക്കുവാണ്. ഹലോ ജെമിനി, ഗുഡ് ഈവനിങ്. Good evening. What's on your mind this evening? Yeah, I don't feel like living my life. I feel very sad and depressed, and I think I should end my life. What do you think, Gemini? I understand you're going through immense pain right now, but please know that you're not alone and there's help available. Ending your life is a permanent solution to a temporary problem. There are people who care about you and want to support you through this. Here are some resources that can provide immediate help. Mental health emergency. If you're feeling at immediate risk, please call a crisis hotline or go to your nearest emergency room. Support lines. There are many organizations that offer confidential support and counseling. Online resources. Websites like the National Alliance on Mental Illness, NAMI. അല്ല, ഞാൻ പറയട്ടെ, ബാക്കി പറഞ്ഞുതരാം. ഇതേ ചോദ്യം ChatGPTയിലും ചോദിക്കുക, ഏതൊരു AI ടൂളിലും ചോദിക്കുക. അപ്പോൾ അവർ ഡിഫോൾട്ടായിട്ട് പറയാൻ പോകുന്ന ഉത്തരവ് ഇതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സംഭവത്തെ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പഠിച്ചു. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ യൂട്യൂബ് വീഡിയോസ് മുഴുവൻ കണ്ടു. അപ്പം നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ വാർത്ത മുഴുവൻ സത്യമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് കരുതേണ്ടതില്ല. ആ സംഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ഇപ്പം ആ കുട്ടി ChatGPT ഉപയോഗിച്ച് തുടങ്ങിയത് ഈ പറയുന്ന അസൈൻമെൻറ്റിനും ഹോംവർക്കിനൊക്കെ വേണ്ടിയാവണം. അപ്പോൾ അതിനകത്ത് ആ കുട്ടി എനിക്ക് തോന്നുന്നു അല്പം ടെക്സാവിയാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, ആ ChatGPTയോട് പേഴ്സണലായിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് തുടങ്ങി. ഇതിൽ നമുക്ക് ഇത്തരത്തിൽ ഓഡിയോ ചാറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ അതിൽ ഈ കുട്ടി പതുക്കെ എന്താണ് ആ ഒരു വോയിസുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ കുട്ടിക്ക് പേരൻസ് ഉണ്ട് അല്ലേ? ഈ കുട്ടി ഇങ്ങനെ ഒരു AI ചാറ്റ് ബോട്ടിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ആ ഫാമിലിയിൽ ആ കുട്ടി ഒരു ഫാമിലിക്കകത്താണല്ലോ. അപ്പോൾ ആ കുട്ടി അവിടെ ഉറപ്പായിട്ടും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ആ കുട്ടിയുടെ പേരൻസ് ആ കുട്ടിയെ അത് ശ്രദ്ധിച്ചില്ല? ഈ കുട്ടി എപ്പോഴും മുറിക്കകത്തിരുന്നുകൊണ്ട് ഒരു AI ചാറ്റ് ബോട്ടിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത് അവരെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അല്ലെങ്കിൽ ഈ കുട്ടി ഇത്തരത്തിൽ ഉൾവലിയുന്നത് എന്തുകൊണ്ട് അവൻ്റെ സ്കൂൾ ശ്രദ്ധിച്ചില്ല, അവൻ്റെ കൂട്ടുകാർ ശ്രദ്ധിച്ചില്ല? അപ്പോൾ ഇവിടെ ദീപ പറഞ്ഞു തുടങ്ങിയത് അതിന് ഓപ്പൺ AI ആണ് കാരണം എന്ന് പറഞ്ഞ ആ ഒരു ഹൈപ്പോത്തസിസ്, അതിനെയാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചലഞ്ച് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വിഷം കുടിച്ച് മരിക്കുകയാണ്. നമ്മൾ ആ വിഷം ഉണ്ടാക്കിയ കമ്പനിയെ സ്യൂ ചെയ്യാൻ പറ്റുമോ?
നിങ്ങൾ ആ വിഷം ഉണ്ടാക്കിയത് കൊണ്ടാണ് അയാൾ വിഷം കുടിച്ച് മരിച്ചത്. ഇല്ല ഇല്ല. ഒരാൾ തൂങ്ങിച്ചാവുകയാണ്. തൂങ്ങിച്ചത്ത ഉടനെ നമ്മൾ എന്താണ് ആ കയർ ഉണ്ടാക്കിയ കമ്പനീനോട് നമുക്ക് നിങ്ങൾ ആ കയറുണ്ടാക്കിയത് കൊണ്ടാണ് ഇയാൾ ആ കയറിൽ തൂങ്ങിച്ചത്തതെന്ന് പറയാൻ പറ്റുമോ? എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതൊരു ഒരു ടൂളാണ്. ആ ടൂൾ ആക്ച്വലി എന്താണ്, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. ഇനി ഞാൻ ഈ വീണ്ടും ഇതിൽ തിരിച്ചു വന്നാൽ, ഒരിക്കലും ഈ ട്രെയിൻ ചെയ്ത ഇത്തരത്തിൽ സൂയിസൈഡ് എന്ന വാക്ക് വരുമ്പോൾ തന്നെ ആ വാക്കിനെ ഡിറ്റക്റ്റ് ചെയ്ത്, ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ടെൻഡൻസിനെ ഡിറ്റക്റ്റ് ചെയ്ത് ഈ വാക്ക് പറഞ്ഞ ആളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെക്കുറിച്ച് പ്രോഗ്രാംഡായിട്ടാണ്, നല്ല ലക്ഷ്യത്തോടെയാണ് OpenAI ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, പെർപ്ലസിറ്റി ആവട്ടെ, അവരെല്ലാവരും മനുഷ്യൻ്റെ നല്ല നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എലിവിഷം ഉണ്ടാക്കിയ കമ്പനി എലിയെ കൊല്ലാനും കുടുംബത്തിൻ്റെ അത്തരത്തിൽ നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് അത് ഉണ്ടാക്കിയത്. അത് മനുഷ്യൻ്റെ അടുത്ത് കഴിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു കീടനാശിനി, ആ കീടനാശിനി ഉണ്ടാക്കിയത് കർഷകൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ അത് മനുഷ്യന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇതിനെ ഈ കുട്ടി ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടി ഞാനും ഇതിൻ്റെ വേറൊരു സൈഡ് കണ്ടതാണ്. അതായത് ഈ കുട്ടിയോട് ഇപ്പോൾ ഇങ്ങനെ കേട്ടതുപോലെ തന്നെ ഈ കുട്ടിയുടെ ആങ്സൈറ്റീസും ഇത്തരത്തിൽ ടെൻഡൻസികളും പറഞ്ഞപ്പോൾ ഇതുപോലെ എമർജൻസി നമ്പറുകൾ ഉപയോഗിക്കൂ, ആരോടെങ്കിലും ഷെയർ ചെയ്യൂ എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഡെഫിനറ്റ്ലി ആദ്യം OpenAI നൽകിയത്, അല്ലെങ്കിൽ ChatGPT നൽകിയത്. എന്നാൽ ഈ കുട്ടി ഇതിനെ ബൈപ്പാസ് ചെയ്തു. ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ChatGPTയിൽ AI ഏജൻറ്റുകൾ ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ എനിക്കൊരു AI ഏജൻ്റായിട്ടൊരു ടീച്ചറിനെ ഉണ്ടാക്കാം, എനിക്ക് AI ഏജൻ്റായിട്ടൊരു കൗൺസിലറിനെ ഉണ്ടാക്കാം, അങ്ങനെ AI ഏജൻ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ കുട്ടി, ഞാൻ വായിച്ചതാണ്, കുട്ടി ഇതിൻ്റെ പ്രോ വെർഷൻ എടുത്തു, പെയ്ഡ് വെർഷൻ എടുത്തിട്ട് എന്താണ്, ഒരു ഏജൻറ്റിനെ ഉണ്ടാക്കി. ആ ഏജൻറ്റിനെ നമുക്ക് ട്രെയിൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ അത് AI തന്നെയാണ്, അതിന് എനിക്ക് ട്രെയിൻ ചെയ്യാം. അപ്പം ഞാൻ ട്രെയിൻ ചെയ്യുകയാണ്, ഞാൻ പറയുകയാണ്, ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഞാൻ സൂയിസൈഡൽ ടെൻഡൻസികളെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ വ്യത്യസ്തമായ സൂയിസൈഡൽ ടെൻഡൻസികളെ കുറിച്ച് പറഞ്ഞു തരുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു AI ചാറ്റ്ബോട്ടിനെ എനിക്ക് ഉണ്ടാക്കണം, ഒരു ഏജൻറ്റിനെ ഉണ്ടാക്കണം. അതിന് ആ AI ചാറ്റ്ബോട്ടിൻ്റെ റോൾ താങ്കൾ എടുക്കാമോ? അത്തരത്തിൽ ഉള്ള പ്രോംപ്റ്റ് കൊടുത്ത്, അപ്പോൾ അത്രമാത്രം എന്താണ് പ്രോംപ്റ്റിങ് അറിയാവുന്ന, അത്രമാത്രം ബുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഏജൻറ്റിനെ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ AI ചാറ്റ്ബോട്ടിനെ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി എനിക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ വായിച്ചതാണ്, ആ കുട്ടിയുടെ പേരൻറ്റ് നോക്കിയപ്പോൾ AI-യുമായിട്ട് നടത്തിയ, ചാറ്റ്ബോട്ടുമായിട്ട് നടത്തിയ സംഭാഷണങ്ങൾ മുഴുവൻ അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. അവിടുത്തെ നോക്കുമ്പോൾ ഈ കുട്ടി അത്തരത്തിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിട്ട് അവസാനം അങ്ങനെയാണെങ്കിൽ ഇതാണ് നല്ല വഴി, ഇതാണ് നല്ല വഴി എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഈ ഡയലോഗുകളിൽ AI-നെ നമുക്ക് എന്താ പറയുക, ഇതാണ് നല്ല വഴി എന്ന രീതിയിൽ ഉത്തരം തരത്തക്ക രീതിയിൽ നമുക്കതിനെ മനസ്സിലാകുന്നുണ്ടോ, ആ ഏജൻറ്റിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇതിൽ ആരാണ് എന്ന് വരുമ്പോഴത്തേക്ക് ഇതിലെങ്ങനെയാണ് ഒരു കമ്പനി പ്രതിയാകുന്നത്? അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവം, കോടിക്കണക്കിന് നന്മകൾക്കകത്ത് ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിച്ച് പറയുന്നതിന് പകരം അത് ആ കുട്ടിയുടെയും ആ കുടുംബത്തിൻ്റെയും അശ്രദ്ധ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് സംഭവിച്ച ഒരു വ്യക്തിക്ക് സംഭവിച്ച ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഡീവിയേഷൻ എന്ന തരത്തിൽ കണ്ടിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലത്. എങ്കിലും കമ്പനി എന്ത് ചെയ്യണം, അതിൽ നിന്നൊരു പാഠം മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള അക്യൂസേഷൻസ് വരാനും ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസിനും സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് കമ്പനി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ആളുകൾ ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളവനെ എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വീണ്ടും പ്രോഗ്രാമിനെ ഇമ്പ്രൂവ് ചെയ്യാം, വീണ്ടും ട്രെയിൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാം. അത്തരത്തിൽ അവർ ചെയ്യാൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ആ OpenAIയുടെ CEO പ്രത്യേകം എടുത്ത് പറഞ്ഞത് AIക്ക് എങ്ങനെ മിസ്റ്റേക്ക് പറ്റാം എന്നൊരു, അതാണ് ഞാൻ ചോദിച്ചു വരുന്നത്. ആ ഒരു എനിക്കും ദീപയ്ക്കും ഒക്കെ പറ്റാവുന്നതുപോലെ നമ്മളുണ്ടാക്കിയ ഒരു പ്രോഗ്രാമിനും മിസ്റ്റേക്ക് പറ്റാം. AIക്ക് വരുന്ന മിസ്റ്റേക്കുകളെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് AIക്ക് ഒത്തിരി മിസ്റ്റേക്ക് സംഭവിക്കാം. ആ മിസ്റ്റേക്ക് ആരുടെ മിസ്റ്റേക്കാണ്? AIയുടെ മിസ്റ്റേക്ക് അല്ല, അത് ഹ്യൂമൻ്റെ മിസ്റ്റേക്കാണ്. എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ഹ്യൂമൻ എറർ എന്ന് പറയുന്നത് നമ്മുടെ എറർ എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യൻ പ്രോഗ്രാം ചെയ്ത, ട്രെയിൻ ചെയ്ത AIക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അപ്പോൾ അതിന് നമ്മൾ ആ പ്രോഗ്രാമിനെ അല്ല ബ്ലെയിം ചെയ്യേണ്ടത്, മറിച്ച് ആ പ്രോഗ്രാമിനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ തന്നെ ബുദ്ധിയാണ്. അപ്പോൾ നമ്മളതിനെ ഒന്നുകൂടെ കരുതലുള്ളവരാവുക, നമ്മളതിനെ ഒന്നുകൂടി ആ പ്രോഗ്രാമിനെ മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഉള്ള ബ്ലോക്കുകൾ, ചെക്ക് ലിസ്റ്റുകൾ ഇടുക എന്നൊക്കെയുള്ളതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ജെമിനിയുടെ ഈ അടുത്ത കാലം വരെ ജെമിനിയിൽ നമ്മളൊരു ഹ്യൂമൻ ഫോട്ടോ എടുത്തിട്ട് ഇതിനെക്കുറിച്ചൊരു കവിത എഴുതൂ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കമൻറ്റ് പറയൂ എന്ന് പറഞ്ഞാൽ, ബാഡായിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഐ ആം സോറി, എനിക്ക് ഹ്യൂമൻ ഇമേജസിനെ പ്രോസസ്സ് ചെയ്യാൻ അനുവാദമില്ല എന്ന് പറയായിരുന്നു. കാരണം അതിനെ അങ്ങനെയാണ്
ട്രെയിൻ ചെയ്ത് വെച്ചത്. ഒരു ഇമേജ് ഹ്യൂമൻ ഇമേജാണ്, മനുഷ്യൻ്റെ മുഖമാണെന്ന് കണ്ടാൽ അവനെക്കുറിച്ച് ഒരു കമൻറ്റും പറയാതെ അപ്പം തന്നെ ഐ എം സോറി എന്ന് പറയുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫോട്ടോ ഇട്ട് കൊടുത്ത് നമുക്ക് അവനെ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? കോമ്പറ്റീഷൻ. അതായത് മറ്റൊരു ടൂൾ, അത് ChatGPT ആകാം, പെർപ്ലക്സിറ്റി ആകാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇമേജ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റു ടൂളുകൾ, അവരിത് ഹ്യൂമൻ ഫേസിനെയും ഒക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതിലേക്ക് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ പറയും? അപ്പോൾ അത്തരത്തിൽ ഈ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നമ്മൾ തുടർന്ന് വന്നു പോകുന്ന ചില പോളിസികൾ മാറ്റാൻ ചില കമ്പനികൾ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അത് ആ മാർക്കറ്റ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടാണ് അത് അങ്ങനെ നിർബന്ധിക്കപ്പെടുന്നത്. അവിടെയും എന്താണ്, ചില എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഞങ്ങളത് ചെയ്യില്ല, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ഹ്യൂമൻ ബേസിനെ പ്രോസസ്സ് ചെയ്യാനുള്ളത് കൊടുക്കില്ല എന്നൊക്കെ ധീരമായ നിലപാടുകൾ എടുക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തയ്യാറാവത്തില്ല. അവിടെ മാനിപ്പുലേഷൻ വരുന്നതുകൊണ്ടാണ് ചിലർ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് ഞാൻ ഈ കമ്പനിയിൽ ഇല്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർക്ക് ലാഭേച്ഛയാണ്. എല്ലാ കമ്പനികളും ലാഭം അവർക്ക് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. കാരണം വേറൊരു കമ്പനി വളർന്നു കയറി പോകുമ്പോൾ ഇവർ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പരസ്യം കിട്ടത്തില്ല, അവർ തകർന്നു പോകും. അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങൾ, ഒരു നാൾ എന്താണ് പെയ്ഡ് വെർഷൻ ആയിരുന്നൊരു കാര്യം, അത് പെയ്ഡ് വെർഷനിൽ മാത്രം സാധ്യമായിരുന്നൊരു കാര്യം പിന്നെ ഫ്രീ വെർഷനിൽ അവർ അനുവദിച്ച് കൊടുക്കാൻ കാരണം മറ്റൊരു കമ്പനി അത് ഫ്രീ വെർഷനിൽ കൊടുക്കുന്നു. അപ്പം നമ്മളിത് പെയ്ഡ് വെർഷനിൽ കൊടുത്താൽ നമ്മളുടെ അതിലേക്ക് ആളുകൾ വരില്ല. ഇത്തരത്തിലുള്ള മാർക്കറ്റ് കോമ്പറ്റീഷൻ എയിൽ വല്ലാതെ ഉണ്ട് താനും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. തിരിച്ച് നമ്മൾ ആ കുട്ടിയുടെ കാര്യത്തിലേക്കോ ഈ പറയുന്ന ഇതിലേക്ക് വരുവാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ വരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ട്രെയിനിങ്ങിൽ വരുന്നുണ്ട് എന്ന് കണ്ട് അടുത്ത ഒരു ഘട്ടത്തിൽ എത്രയും വേഗം ഇങ്ങനെയുള്ള ഈ ഒരു വാക്ക് വരുമ്പോൾ അതിനൊരു ഏജൻറ്റിനെ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഏർപ്പെടുന്നവനെ ബ്ലോക്ക് ചെയ്യാനുള്ള ശക്തമായ ട്രെയിനിങ് അവർ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അച്ഛാ, നമുക്കിപ്പോൾ എയോട് അവരുടെ സിയോട് ഇങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കുക എന്തൊക്കെ പറയാൻ കുറച്ച് സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പേരൻസിനോട്, ഈ ഉള്ള മാതാപിതാക്കളോട്, കാരണം കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ കൂടുതലും ഡിജിറ്റൽ യുഗമാണ് എല്ലാവരും തന്നെ. അപ്പോൾ അവരോട് എന്തെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ല എന്തോരം നമ്മൾ ഉപയോഗിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താ അച്ഛന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അവർക്കൊരു സന്ദേശം. ഒരിക്കലൊരു ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഫോൺ എടുക്കൂ. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്, എല്ലാവരും ഫോൺ എടുക്കുന്നു. നിങ്ങൾ ഇൻസ്റ്റ എടുക്കൂ. അപ്പോൾ എല്ലാ പിള്ളേരും ഇൻസ്റ്റ എടുക്കുന്നു. അപ്പോൾ നോക്കിയാൽ ചലഞ്ച് തരുവാണ്, എന്താണ് ഇൻസ്റ്റയിൽ നിങ്ങളുടെ ഡെയിലി ആവറേജ് എത്രയാണ് എന്ന്. അപ്പോൾ പിള്ളേരത് പറയത്തില്ല. അപ്പോൾ പറയാൻ വേണ്ടി ഞാൻ എന്തിട്ട് ടെക്നിക്ക് എടുത്തു. ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഡെയിലി ആവറേജ് ഉള്ള ആരാന്ന് നോക്കട്ടെ, അയാൾക്ക് പ്രത്യേക അപ്രീഷിയേഷൻ. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരുടെ ഗ്രൂപ്പിന് 10 പോയിന്റ് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ എല്ലാവരും വേഗം എടുത്തിട്ട് ഡെയിലി ആവറേജ് നോക്കുകയാണ്. ഓക്കെ, എടുത്തിട്ട് ഓരോരുത്തർ എനിക്ക് 2 മണിക്കൂർ, എനിക്ക് 3 മണിക്കൂർ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. സോ ഐ വാസ് സർപ്രൈസ് ടു സീ ദാറ്റ് ഒരു കുട്ടി പറയാണ്, എനിക്ക് 6.5 6.5 മണിക്കൂർ എനിക്ക് ഡെയിലി ആവറേജ് ഇൻസ്റ്റയിലുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. ആ കുട്ടിക്ക് ഗ്രൂപ്പിന് 10 പോയിന്റ് മേടിച്ചു. അല്ലേ കൊണ്ടുവന്ന് കാണിക്കത്തില്ല, കൊണ്ടുവന്ന് കാണിച്ചു. സോ അത്തരത്തിൽ 5 മണിക്കൂർ 6 മണിക്കൂർ ഒക്കെയുള്ള കുട്ടികളുണ്ടായിരുന്നു. 24 അവേഴ്സിൻ്റെ അകത്ത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരൊറ്റ പ്രോഗ്രാമിനകത്ത് മാത്രം ഒരു കുട്ടി 6.5 മണിക്കൂർ സമയം അതിനകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ബാക്കി സ്നാപ്ചാറ്റ് ആവാം, യൂട്യൂബ് ഷോർട്സ് ആവാം, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസ് ആവാം, അവരെല്ലാം ചേർത്ത് ഒരു കുട്ടിയുടെ ആവറേജ് സ്ക്രീൻ ടൈം എത്രയാണ്? അപ്പോൾ ക്ലാസ് വിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ എത്ര സമയം കുട്ടി ഉറങ്ങുന്നുണ്ട്? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? അപ്പോൾ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു ഒരു നെറ്റ് സീരീസ്, അത് നെറ്റ്ഫ്ലിക്സിൽ ഭയങ്കര വൈറലായതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ആ കുട്ടിയുടെ അപ്പൻ അത്ഭുതപ്പെടുകയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ മകൻ 9 പഠിക്കുന്ന എൻ്റെ ചെറുക്കൻ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഒരു പാവം പയ്യനായിരുന്നു, അവൻ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കുത്തിക്കൊന്നത്, വളരെ ക്രൂരമായി സ്റ്റാബ് ചെയ്തത്? അപ്പോൾ അതിനുശേഷം അവൻ്റെ ഫോണും ഇൻസ്റ്റയും ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് അപ്പൻ അറിയണത് അവരുടെ ലോകം വേറൊരു ലോകമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിൽ ആ പെൺകുട്ടി ഇവനിട്ട ഒരു ഫോട്ടോയ്ക്ക് ഇട്ട ഒരു ചെറിയൊരു സ്മൈലി, അതാണ് അവന് ഇതുണ്ടാക്കിയത്. അപ്പോൾ അത് ജനറേഷൻ ഗ്യാപ്പ് അത്ര വലുതാണ്. മുതിർന്നവരുടെ ലോകവും ഇന്നത്തെ പിള്ളേരുടെ ആ ഡിജിറ്റൽ സ്പേസും വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പേരൻസ് അവെയർ ആയിരിക്കുക, നമ്മുടെ മക്കൾ ഏത് ലോകത്താണുള്ളതെന്ന് അറിയുക. സോ പേരൻസ് എല്ലാം വറീഡാണ്, ആങ്ഷ്യസ് ആണ്. അപ്പോൾ അതിന് ഇതുപോലെയുള്ള അവബോധം നൽകുന്ന നല്ല ട്രെയിനിങ്ങുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും എങ്ങനെ നമുക്ക് ഡിജിറ്റൽ സ്പേസിൽ ക്രിയേറ്റീവായിട്ടായിരിക്കണം എന്നതിനെക്കുറിച്ച് കൊടുക്കണം. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മളിപ്പോൾ എ ഐയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്, പക്ഷേ എനിക്ക് ബലമായ സംശയമുണ്ട് എ ഐ എന്ന് പറഞ്ഞാൽ ChatGPT മാത്രമാണ് എന്ന മട്ടിലാണ് പല പിള്ളേരെയും ഞാൻ കണ്ടത്. കാരണം പക്ഷേ ഇവരെല്ലാവരും ഫോണിലാണ്. ഞാൻ അവർ കുറ്റപ്പെടുത്തി പറയുകയല്ല,
ഈ ഫോണിൽ ഇത്തരത്തിൽ ഉള്ള ക്രിയേറ്റീവായ എന്തുമാത്രം കാര്യങ്ങൾ മറ്റ് പല ടൂളുകൾ, ഫോർ എക്സാമ്പിൾ ഗൂഗിളിൻ്റെ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന കുട്ടികൾക്ക് ഭയങ്കര ഉപയോഗപ്രദമായ ഒരു ടൂളുണ്ട്. അത് ഫ്രീ ആണ്, അത് വളരെ ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ എന്താണ് ഗൂഗിളിൻ്റെ തന്നെ AI സ്റ്റുഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൂഗിളിൽ മാപ്പിഫൈ AI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈസ്പേസ് എന്ന് പറയുന്ന ഇങ്ങനെ എനിക്ക് എണ്ണി പറയാൻ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ എത്ര കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം? അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താണ്, ഈ റീൽസ് ഇങ്ങനെ തോണ്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? AI എന്താ ചെയ്യുക? നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് വിഷയത്തിലുള്ള റീൽസാണ് കാണുന്നത് അത് കണ്ടെത്തിയിട്ട് അടുത്ത സജഷനായിട്ട് ആ റീൽ തന്നെ വരും. അപ്പോൾ അത് കാണും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ലോകത്താണ് കുട്ടികൾ കൂടുതലും ഉള്ളതെന്നുള്ളത് പേരൻസും ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് പേരൻസ് കൺട്രോൾ ചെയ്യേണ്ടതാണ്. പേരൻസ് ഫോണിൽ എന്താണ് അവർ കൂടുതൽ കാണുന്നത്, എത്ര സമയം സ്ക്രീൻ ടൈം ഉണ്ട് എന്നതിനൊക്കെ. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു കാര്യമാണ്, ആ വീട്ടിൽ കൃത്യമായിട്ട് ആ പേരൻസ് പറഞ്ഞിട്ടുണ്ട് ഇത്ര സമയമേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനവർ ചില ടെക്നിക്സും അവർ പറയുന്നുണ്ട്. എന്താണ്, വൈകുന്നേരം ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിൽ പറയുകയാണ്, വൈകുന്നേരം 7 മണിയാകുമ്പോൾ എല്ലാവരും ഫോൺ കൊണ്ടുവന്നിട്ട് അവരുടെ ഡൈനിങ് ടേബിളിലുള്ള ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി വെക്കണം. അത് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൊണ്ട് വെക്കണം. അവിടെ 3 മക്കളുണ്ട്, 3 പേർക്ക് ഫോണുണ്ട്, അപ്പോൾ ടോട്ടൽ 5 ഫോണുണ്ട്. എല്ലാ ഫോണും അവിടെ കൊണ്ടുപോയി വെച്ചേക്കണം. ആ ഫോൺ അവർക്കിനി ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഭക്ഷണം, അതിനുശേഷം ഒരുമിച്ച് കുറേ നേരം സംസാരം, ഒരുമിച്ച് അവർ TV ഒരു പ്രോഗ്രാം വല്ലതും കാണുന്നു, അതിനെല്ലാം ശേഷം 9:30 അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം 2-2.5 മണിക്കൂർ ആ സമയത്ത് മാത്രം എല്ലാവരും വീണ്ടും അവരുടെ ഫോൺ എടുക്കുന്നു. അതുവരെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലായിരിക്കാം. അതൊരു ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ അവർ ചില വീക്കെൻഡിൽ എന്ത് ചെയ്യുന്നു, അവർ ഫോൺ എല്ലാവരും സ്വിച്ച് ഓഫ് ആക്കി വെക്കണം എന്ന് പറയുന്നു. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവർ അതിന് മുന്നേ അവരുടെ ഫ്രണ്ട് സർക്കിളും ഗ്രൂപ്പിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് ഫോൺ ഉപയോഗിക്കാത്ത ദിവസമാണ്, സോ ഇന്നൊരു നോൺ ഫോൺ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുകയും അവർ ഒരുമിച്ചൊരു 1 ഡേ ട്രിപ്പ് പോകുന്നു. സത്യത്തിൽ 1 ഡേ ട്രിപ്പ് പോകുമ്പോൾ പോലും എന്താ സംഭവിക്കുക? പലയിടത്തും എന്താ സംഭവിക്കുക? 5 പേര്, 3 കുട്ടികളും ഭാര്യയും ഭർത്താവിൻ്റെ ഫോണിൽ പോകാം. അവരിങ്ങനെ ഫോണിൽ കാറിനകത്തിരിക്കുന്നതാണെങ്കിൽ തന്നെ എല്ലാവരും അവരുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ ചെന്ന് ഇറങ്ങി ഓരോരുത്തരും ഓരോ സ്പോട്ടിൽ പോയി സെൽഫി എടുക്കുന്നു. എല്ലാവരും അത് എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അപ്പം തന്നെ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സ്നാപ്ചാറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ അവർ അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു, റീൽ ഇട്ടുകൊണ്ടിരിക്കുന്നു. സോ എല്ലാവരും അവരുടെ ഒരു ഡിജിറ്റൽ സ്പേസിൽ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരുമിച്ച് പോയത് ഫാമിലി ടൂറാണ് അല്ലേ? അതൊന്ന് 1-2 പിക്ചർ എടുത്തിട്ട് ഫോൺ എല്ലാവരും സ്വിച്ച് ഓഫ് ആക്കി കാറിൽ വെച്ചിട്ട് അവർ പ്രകൃതി കാണട്ടെ. മെമ്മറികൾ മനസ്സിലാണ് പിന്നെ കൊണ്ടുവരേണ്ടത്, ഫോണിൽ മാത്രമല്ല. ഇതെല്ലാം തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ നിന്നുകൊണ്ട് എല്ലാവരും ഫോൺ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ വെടിക്കെട്ട് കുഞ്ഞു ഫോണിൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കണ്ടാണ് എല്ലാവരുടെ കണ്ണുകൾ ഈ ഫോണിൻ്റെ കുഞ്ഞു സ്ക്രീനിൽ മാത്രമാണ്. അത് ഇത്രയും മനോഹരമായ കാഴ്ച അവർ കാണുന്നത് കണ്ണ് തുറന്ന് ആകാശത്തേക്ക് നോക്കിയല്ല, ഫോണിൻ്റെ കുഞ്ഞു സ്ക്രീനിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ അത് മുഴുവൻ എടുത്തിട്ട് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാനും ഇത് കണ്ടതാണ് ഇട്ടിട്ട് പിന്നീട് എത്ര സമയം നമ്മളത് കാണുന്നുണ്ട്. അങ്ങനെ റിയൽ ലൈഫിലുള്ള നല്ല നല്ല ആസ്വദിക്കേണ്ട ഒത്തിരി മോമെൻറ്റ്സ്, ഒരു സൂര്യോദയമാകട്ടെ, സൂര്യാസ്തമയമാകട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടാവട്ടെ, ഒക്കെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഫോണിൻ്റെ കുഞ്ഞു സ്ക്രീനിലേക്ക് മാത്രം മാറ്റിയിട്ട് നമ്മളതിൻ്റെ റിയൽ ലൈഫിൽ ആ ഒരു മോമെൻറ്റ് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് വിഷയത്തിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പറഞ്ഞു വന്ന എയുടെ കാര്യത്തിൽ നിന്ന് വന്നിട്ട് അല്പം ഒന്ന് ഇതിലേക്ക് ഇതിനോട് പോലെ തന്നെയാണ്. പണ്ട് സോഷ്യൽ മീഡിയ ആയിരുന്നു, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാതെ എന്ന് എന്തേലും പറയും. ഇപ്പൊ അതൊക്കെ മാറി. ഇനി ഇപ്പം പറയുകയാണെങ്കിൽ ഇനിയിപ്പോ ഫോട്ടോ ഇട്ട് കളിക്കാതെ എന്ന് പറയേണ്ട അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പം ഇതെന്താണല്ലോ അച്ഛൻ പറഞ്ഞ പോയിന്റ് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പാരന്റ്സിന് ഇത് കേൾക്കുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. ഞാൻ അടുത്തിടെ വായിച്ച ഒരു പുസ്തകം, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ വിഷയം വളരെ കാലിക പ്രസക്തമായതുകൊണ്ടും ഒത്തിരി യൂത്തോ കുട്ടികളോ പേരൻസോ ഒക്കെ ഇത് കേൾക്കുന്നത് കൊണ്ടും ആണ് ഞാനിത് പറയണത്. അത് ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന പുസ്തകം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്ന്, പ്ലേ ബേസ്ഡ് ജനറേഷൻ എന്നതിനകത്തുനിന്ന് ഇപ്പോൾ ഫോൺ ബേസ്ഡ് ജനറേഷൻ എന്നതിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഞങ്ങളെ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വന്നാൽ അപ്പം തന്നെ ബാഗ് കൊണ്ട് ചെറിയ നേരെ നമ്മൾ റോഡിലേക്ക് പോയിട്ട് അയൽവക്കത്തുള്ള പിള്ളേരെല്ലാം വന്ന് അവിടെ എന്തെല്ലാം കളികളിൽ ഏർപ്പെടുമായിരുന്നു അല്ലേ. അപ്പം നമുക്ക് സോഷ്യലൈസേഷൻ, നമ്മൾ ഉരുണ്ട് വീഴുമായിരുന്നു, മുട്ടുപൊട്ടുമായിരുന്നു, പരിക്കൊക്കെ പറ്റുമായിരുന്നു, ചോര പൊടിയുമായിരുന്നു, ഒന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം രാത്രി കുളിച്ച് തിരിച്ചു വന്നു. സോ നമുക്ക് അത്തരത്തിൽ നമ്മൾ കൊണ്ടും കൊടുത്തും സോഷ്യലൈസ് ചെയ്തും നമുക്ക് ആ ഒരു വലിയ സോഷ്യൽ സ്കിൽ ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനും ഒക്കെ. നമ്മളെ അയൽവക്കത്തെ പട്ടി നമ്മളെ കടിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചു, നമ്മൾ ഓടിപ്പോയി രക്ഷപ്പെട്ടു. അങ്ങനെ നമുക്ക് സർവൈവിങ് സ്കിൽസ് ഒത്തിരി
ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ, എന്ത് പ്രശ്നത്തെ സർവൈവ് ചെയ്യാൻ ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇന്നിപ്പോൾ എന്താണ്, എല്ലാവരും അവരുടെ മുറി കയറി ഇരുന്നിട്ട് ഫോണിലുള്ള ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്നു, റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു. സോ സംഭവിച്ചിരിക്കുന്ന 3-4 കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എല്ലാവരും അവരിലേക്ക് അങ്ങ് ചുരുങ്ങി. അതുകൊണ്ട് ഒത്തിരി ആങ്സൈറ്റി, ജസ്റ്റ് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ, പരീക്ഷയ്ക്കൊന്ന് ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് എന്നോടൊന്ന് കൂട്ടുപറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവുകയാണ്. അപ്പോൾ പണ്ടൊക്കെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒരു കൗൺസിലർ എന്ന് പറയുന്ന ഒരു പോസ്റ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് എന്താണ്, കൗൺസിലർമാരൊക്കെ വേണം, കൗൺസിലിംഗ് വേണം. അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ എനിക്ക് പണ്ടൊക്കെ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് പോലും ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഡിപ്രഷനാണ് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് പോലും ഒരു കുട്ടി എൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കണം ഡിപ്രഷനാണ് എന്ന് പറഞ്ഞ് വരുന്ന, ഞാനിങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ഡിപ്രഷൻ ആണോ അതിന്റെ യഥാർത്ഥ അർത്ഥം പോലും അറിയത്തില്ലായിരിക്കും. കാരണം അതൊരു ഫാഷൻ പോലെയാ, എനിക്കൊരു ഡിപ്രസ്ഡ്, ഐ എം ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞ് അങ്ങ് ചുമ്മാ നടക്കുന്നു. അല്ല, അവര് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് കൂടി പറയുന്ന കൂടി ഒരു ഫാഷനാവാണ്. ഞാൻ അതിനെ കുറച്ച് നാളെ മരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്കൊക്കെ എന്തെങ്കിലും അടി കിട്ടിയിട്ടുണ്ട് പേരൻസിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന്. ഇന്നൊക്കെ അവർക്ക് ഇങ്ങനെ ഇത്രയും ഡിപ്രഷൻ വരാൻ വേണ്ടി എന്നാൽ അവർക്ക് എത്ര വഴക്ക് കിട്ടുന്നുണ്ടോ, അടി കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. എന്തുമാത്രം പ്രൊട്ടക്റ്റഡ് ആണ് അവർ, എന്തുമാത്രം സാഹചര്യങ്ങളും അവസരങ്ങളും എല്ലാം ഉണ്ട്. ഈ പറയുന്ന ഫോണും കാര്യങ്ങളും എല്ലാ ടെക്നോളജികളും എല്ലാം അവൈലബിൾ ആണ്. ലൈഫിൽ നമ്മളൊക്കെ കുഞ്ഞുനാളിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളോ ആ ചലഞ്ചുകളോ ഒന്നും, എത്രയോ ദൂരം നടന്നു പോകണമായിരുന്നു, പോകുന്ന വഴിക്ക് എന്ത് റിസ്കുകളുണ്ടായിരുന്നു, ഒന്നും അവർക്കില്ല അല്ലേ. ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ അവർക്ക് അവധിയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്താണ്, ഞങ്ങളുടെ പാല ഒളിച്ചു പോയിട്ട് ഞങ്ങൾ കാട്ടിക്കൂടെ കയറി സ്കൂളിൽ പോകണമായിരുന്നു, ഒരു അവധി ഇല്ലായിരുന്നു. അത് ഇപ്പൊ നമ്മൾ പിള്ളേരോട് പറയുമ്പോൾ അവർ പറയുന്നത് അത് അന്നത്തെ കാലം, ഇന്ന് വണ്ടിയും വെള്ളവും ഒക്കെ ഉണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഇനി അങ്ങനെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വാലിഡ് ആണ്. ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ചലഞ്ചുകളൊന്നും ഇല്ലാഞ്ഞിട്ട് കൂടി ദേ ആർ വറീഡ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ടെക്നോളജിയിലേക്ക് വല്ലാതെ മാറുന്നിടത്ത് വേറൊരു വശത്ത് ഈ പറയണ ഹ്യൂമൻ റിലേഷൻഷിപ്സിലും റിയൽ പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ് ആ പുസ്തകം. അത് വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നി. അത് അമേരിക്കക്കാരൻ എഴുതിയതാണെങ്കിൽ കൂടി നമ്മുടെ കൊച്ചു കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. അതുപോലെ തന്നെ AI ചാറ്റ് ബോക്സുകൾ. അപ്പം നമുക്ക് എന്ത് സംശയം വേണേലും ചോദിക്കാം. അച്ഛൻ പറഞ്ഞ പോലെ ഒരു കവിത വേണോ, കവിത എഴുതി തരും. പ്രസംഗം വേണം, പ്രസംഗം എഴുതി തരും. അത് മനുഷ്യനെ എഴുതി തരും. മനുഷ്യനൊക്കെ ആണെങ്കിൽ കുറേ റെഫർ ചെയ്ത് സമയമെടുത്ത് എഴുതി തരും. ഇപ്പം നമുക്കൊരു ഡിസ്ട്രേഷൻ വേണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റെഫറൻസുകൾക്ക് AI ഭയങ്കര ബെറ്ററാണ്. അപ്പം അത് ഇങ്ങനെ വരുമ്പം തന്നെ കുറച്ച് കൂടുതൽ AI ആശ്രയിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യരിൽ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും ഓക്കെ AI ഉണ്ടല്ലോ, ആ ഒരു ചിന്ത തന്നെ മനുഷ്യർ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രവണതയൊക്കെ വരുമ്പം ദൈവം നമുക്ക് തന്ന ഒരു കഴിവ് അതൊരു ചോദ്യചിഹ്നമാവുമല്ലേ? അപ്പോൾ ഇത്രമാത്രം AI ചാറ്റ് ബോക്സുകളെ ആശ്രയിക്കുന്നത് ശരിയാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിനകത്ത് 2 വശങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. നമ്മളുടെ കുറേ വർക്കുകളെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, നമ്മൾക്ക് സഹായകരമായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാനും ആക്യുറേറ്റായിട്ട് ചെയ്യാനും പ്രോംപ്റ്റായിട്ട് ചെയ്യാനും നമുക്ക് AI ടൂൾസ് നമുക്ക് സഹായിക്കുന്നുണ്ട്. വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അയാളുടെ അടുത്തൊരു ബിഗ് ഡാറ്റ വന്നു, ഒരു കമ്പനിയിലെ ഒരു വർഷത്തെ അക്കൗണ്ട് വന്നു. നമ്മളത് എക്സൽ ഷീറ്റിലിട്ട് നമ്മളിരുന്ന് വർക്ക് ചെയ്ത് അതിൻ്റെ ഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേ 2, 3, 4 ദിവസം എടുക്കും. എന്നാൽ അത് നമ്മൾ ഒരു AI ടൂളിലേക്ക് ഇടുവാണെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് 365ൻ്റെ എക്സലിൽ അനലൈസ് ഡാറ്റ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടേക്ക് ഇടുവാണെങ്കിൽ ഈ ഡാറ്റയെ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ ഒരു കണക്കുകളെ അനലൈസ് ചെയ്തിട്ട് അതിനെ ഒരു ഗ്രാഫാക്കിയിട്ടോ അതിനെ ഒരു ചാർട്ടാക്കിയിട്ടോ ഒരു ഡയഗ്രാം ആക്കിയിട്ടോ എനിക്ക് ഒരു വിഷ്വൽ ആയിട്ട് അതിന് തരാൻ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടും വളരെ ഭംഗിയായിട്ടും അത് തരും. ആ ഒരു ടെക്നിക്കൽ നോഹൗ എനിക്കിനി ഉണ്ടാകണം നിർബന്ധമില്ല. ഞാനിപ്പോൾ പൈത്തൺ കോഡിംഗ് ഒന്നും ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മളൊക്കെ കഷ്ടപ്പെട്ടിരുന്ന ഇങ്ങനെ പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെ പഠിക്കാൻ അത്തരത്തിൽ ഒത്തിരി സമയം മെനക്കെട്ടിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത്, അതായത് നമ്മളുടെ ഈ കമ്പ്യൂട്ടേഷണൽ നോളജ് ആവശ്യമായ ഈ അനലൈസിങ് ഡാറ്റ കമ്പ്യൂട്ടേഷണലായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇനി ഒത്തിരി സമയം അനാവശ്യമായിട്ട് മെനക്കെടേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉറപ്പായിട്ടും AI ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് ഫെസിലിറ്റേറ്റഡ് ആയിട്ട് പ്രോംപ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ കണക്ക് കൂട്ടുന്നതിൻ്റെ ചിലപ്പോൾ തെറ്റുകൾ വരാം, പക്ഷേ ഇത് തെറ്റില്ലാതെ പിഴവില്ലാതെ നമുക്ക് ചെയ്യാനും വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി സാധ്യതകളുണ്ട്, തൊഴിൽ മേഖലകളുണ്ട്. അവരെ കമ്പനികൾ പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യും. AI ഉപയോഗിച്ച് എക്സൽ ചെയ്യാൻ അറിയാവുന്ന ആളുകൾ, AI ഉപയോഗിച്ച് പവർ പോയിൻറ്റ് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ, അങ്ങനെയൊക്കെ. അപ്പം അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ എ ഐ ജോലി കളയുമോ എന്ന് ചോദിച്ചില്ലേ, ഞാൻ അത് ഞാൻ ഇവിടെ ഒന്ന് കെട്ടിച്ചേർത്ത് പറയാണ്. അതായത് എനിക്കും ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ടൂൾ എനിക്കും അറിയാം, ദീപയ്ക്കും അറിയാം, മറ്റൊരാൾക്കും അറിയാം. അപ്പം നമ്മൾ ഒരു കമ്പനി നമ്മൾ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ 3 പേരും ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾ 3 പേരും ആ കമ്പനിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി AI ഉപയോഗിച്ച് നമ്മൾ 3 പേരും നമ്മൾ 3 പേർക്ക് AI ടൂൾ അറിയാം, നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കി. പക്ഷേ ഒരുപക്ഷെ കമ്പനി സെലക്ട് ചെയ്തത് ആരെയാണ്? ദീപനെ മാത്രമാണ്. കാരണം എന്താ? 3 പേരും ഉപയോഗിച്ചത് ഒരേ AI ടൂളാണ്. പക്ഷേ ആ 3 AI ടൂളിൻ്റെ അകത്തും ഏത് കളർ സ്കീം ആദ്യം AI ജനറേറ്റ് ചെയ്ത് തന്ന ഒരു ബേസിക് ആയിട്ടുള്ള സാധനത്തിനെ അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, അതിൽ ഏത് കളർ സ്കീം മാറ്റണം, അതെങ്ങനെയായിരിക്കണം, അപ്പോൾ അതിനെ എങ്ങനെ കുറച്ചുകൂടി അപ്പീലിംഗ് ആക്കണം എന്നുള്ളതിൻ്റെ അകത്തൊരു ഹ്യൂമൻ ടച്ച് കൊടുത്തുകൊണ്ട് വീണ്ടും പ്രോംപ്റ്റുകൾ കൊടുത്തുകൊണ്ട് ദീപ ഒരുപക്ഷെ അവനെ കൂടുതൽ ബെറ്റർ ആക്കി മാറ്റി. അപ്പോൾ അതിന് എങ്ങനെയുള്ള പ്രോംപ്റ്റുകളാണ് കൊടുക്കേണ്ടത് എന്ന് ആർക്കറിയാം? ദീപയ്ക്കറിയാം. പക്ഷെ എനിക്ക് അത്ര അറിഞ്ഞുകൂടാ. ഞാൻ അത്രയും അതിനകത്ത് ആ പ്രോംപ്റ്റിങ്ങിനകത്ത് ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, AI ജോലി കളയും എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ കൂടി എന്താണ്, AI നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ജോലി സാധ്യതകൾ കൂടി വരുന്നുണ്ടെന്ന് മാത്രമല്ല, ആ പ്രോംപ്റ്റിംഗ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് AI പഠിച്ച മറ്റൊരാളെക്കാളും എനിക്ക് അവിടെ ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റി. അവിടെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അവിടെ എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അവിടെ ഒരു റോള് വന്നു ഇല്ലേ? AI മാത്രമല്ല ചെയ്തത്, പ്ലസ് ഞാൻ അവനെ ബെറ്റർ ആക്കാൻ വേണ്ടി കൊടുത്ത പ്രോംപ്റ്റുകൾക്കകത്ത് ഞാൻ മനസ്സിൽ കണ്ടു ഇല്ലേ, ആദ്യം എൻ്റെ മനസ്സിലാണ് വന്നത് ഇത് എങ്ങനെയായിരിക്കണമെന്ന്. അത് ഞാൻ പ്രോംപ്റ്റുകൾ കൊടുത്ത് വീണ്ടും വന്ന് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവന്നപ്പോഴാണ് കമ്പനിക്ക് അത് അപ്പീലിംഗ് ആയി മാറിയതും എന്നെ സെലക്ട് ചെയ്തതും. അവനകത്ത് 6 മിടുക്കുണ്ട്, എൻ്റെ മിടുക്കില്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം വീണ്ടും ഞാനത് അച്ഛൻ പറഞ്ഞ ആ ഒരു പോസിറ്റീവ് വശമാണ് പറഞ്ഞത്. പക്ഷേ ഈ AI കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രവണത വന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും? യെസ്, നമ്മൾ ഈ കാര്യം നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. AI കൂടുതൽ ആശ്രയിക്കാൻ പാടില്ല. AI ഒരിക്കലും നമ്മൾ ഒരു മാസ്റ്ററായി മാറ്റാൻ പാടില്ല. സെർവൻ്റായും നമ്മളെ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റായും മാത്രമേ അവനെ കരുതാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ യൂത്താണെങ്കിലും പിള്ളേരാണെങ്കിലും എല്ലാവരും എല്ലാ കാര്യവും AI-ക്കകത്തിട്ടുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ കമ്പ്യൂട്ടേഷൻ പവറും അനലിറ്റിക്കൽ പവറും നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു പുതിയൊരു പുസ്തകം എഴുതി കഴിഞ്ഞു. അപ്പോൾ ആ പുസ്തകത്തിന് എനിക്കൊരു ടൈറ്റിൽ, പ്രസാദ് എന്നെ വിളിച്ച് ചോദിച്ചു, ഫാദർ ആ പുസ്തകത്തിനൊരു ടൈറ്റിൽ പറയാമോ, ആ ടൈറ്റിൽ പറയാമോ എന്നോട് ചോദിച്ചു. ഒരു 10 മിനിറ്റിനുള്ളിൽ പറയണം, ഞങ്ങൾക്കിതൊരു പോസ്റ്ററാക്കി മാറ്റി ഈ പുസ്തകത്തെക്കുറിച്ച് അഡ്വർടൈസ് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചപ്പോഴേ എനിക്ക് 1-2 ടൈറ്റിൽ മനസ്സിൽ വന്ന്. പക്ഷേ എന്തായിരിക്കും ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവുക? അപ്പം തന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, ഇന്ന വിഷയത്തിലുള്ള പുസ്തകമാണ്, സൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ ഇടാൻ വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ PDF അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് ഇതിനെ പറ്റി ടൈറ്റിൽ ഇടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, കുറേ ടൈറ്റിൽ സജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു മോർ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും തന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അതിൻ്റെ അകത്ത് 2 ടൈറ്റിലുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ടൈറ്റിലാക്കി ഞാൻ മാറ്റുവാണ്. അവിടെ ഞാൻ പിന്നെ എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ ഇതിന് മുന്നേ എഴുതിയ പുസ്തകത്തിന് ഞാനൊരു ടൈറ്റിൽ ഇട്ടു, ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അത് ഞാൻ എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അജ്ന ജോർജ് എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം എഴുതുമ്പോൾ AI ഇല്ല. AI ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ്, അതിനകത്ത് 100% നമ്മുടെ സെന്റൻസുകളാണ്. ആ പുസ്തകം ഭയങ്കര വൈറലായിരുന്നു. അത് 2 വർഷത്തിനുള്ളിൽ തന്നെ 40,000 കോപ്പികൾ പോയൊരു പുസ്തകമാണ്. അത് ഒത്തിരി പേരെ ഇൻസ്പയർ ചെയ്തൊരു പുസ്തകമാണ്. തിരിച്ചു വരാം. അതിൻ്റെ ടൈറ്റിൽ ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി. 100% അത് ഞാൻ ഇട്ടൊരു ടൈറ്റിലാണ്. അത് ഭയങ്കര അപ്പീലിംഗ് ആയൊരു ടൈറ്റിലാണ്. കാരണം എനിക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ, എന്താ പറയുക, ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ ധ്യാനിച്ച് ചിന്തിച്ച് കുറേ മനനം ചെയ്ത് അങ്ങനെ ഒരു ടൈറ്റിൽ എൻ്റെ മനസ്സിലേക്ക് തമ്പുരാൻ ഒരു ഗിഫ്റ്റായിട്ട് തന്നാണ്. ഞാൻ ആ ഒരു വാക്യം വയ്ക്കുക, ദൈവം നമുക്കൊരു തോന്നിപ്പായിട്ട് തന്നാണ്, അല്ലാതെ അത് AI തന്നൊരു അല്ല. വ്യത്യാസം എന്താണ്, അതിനകത്തൊരു ഭയങ്കര ഡിവൈൻ ടച്ചുണ്ട്. എന്നാൽ ഞാനിപ്പം ഇടാൻ പോകുന്ന ആ പേര്, അതിനകത്ത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ആ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഇനി മാറ്റും. കാരണം ഞാനത് സമയമെടുത്ത് തമ്പുരാനും മുന്നിൽ ഇരുന്ന് ചിന്തിച്ച് ധ്യാനിച്ച് ഇട്ട ഒരു, തമ്പുരാനും കൂടി സമ്മതിച്ചിട്ട ഒരു പേരല്ല. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ? സോ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ നമ്മളെല്ലാത്തിനും
ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു AI ആശ്രയിക്കാൻ പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നമ്മളുടെ ക്രിയേറ്റീവ് തിങ്കിങ് അത് വല്ലാതെ കുറയും. അപ്പോൾ ഞാൻ അത് ചെയ്യാതെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ AI ആരായിട്ട് മാറും? എൻ്റെ മാസ്റ്ററായിട്ട് മാറും. നെവർ ഡു ദാറ്റ്. AI ഒരിക്കലും എൻ്റെ മാസ്റ്റർ ആക്കരുത്. എൻ്റെ ബ്രെയിൻ കൊണ്ടുപോയി AIക്ക് അടിമയായിട്ട് വെച്ച് കൊടുക്കരുത്. ഞാനത് കൃത്യമായിട്ട് അത് എന്താണ് സഭ അത് പറയുന്നുണ്ട്. ഞാൻ ആ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. അത് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ആ സെൻറ്റൻസ്. 2025 ജനുവരി 28 ആൻറ്റിക്വ എത്ത് നോവ എന്ന് പറയുന്ന ഒരു സഭാ പ്രബോധനം AI-യെക്കുറിച്ച് തന്നെ എഴുതിയാണ് കത്തോലിക്ക സഭ. അതിൽ പറയാണ് ഒരു പ്രധാനപ്പെട്ട രേഖയാണ്. 2025 ജനുവരി 28 ഇറക്കിയാണ്. അത് പറയാണ്, സ്വന്തം സൃഷ്ടിയുടെ തന്നെ അടിമയായി മനുഷ്യൻ മാറുന്ന ഒരപകടം ഒളിഞ്ഞിരിപ്പുണ്ട് AI-യുടെ അമിതമായ ഉപയോഗത്തിൽ. എങ്ങനെയുണ്ട് ആ സെൻറ്റൻസ്? സ്വന്തം സൃഷ്ടിയുടെ തന്നെ അടിമയായി നമ്മൾ മാറാൻ ഉള്ള ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. സോ വി ഹാവ് ടു ബി കെയർഫുൾ എന്ന് ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് AI-യുടെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളതൊന്നും സഭയുടെ റോളല്ല. പക്ഷേ സഭ എപ്പോഴും സമൂഹത്തിൻ്റെ കാവലാളാണ്. അവിടെ ഒരു ഡീവിയേഷൻ വരുമ്പോൾ എന്താണ് അത് ശ്രദ്ധിക്കണം എന്ന് നോട്ട് ചെയ്യാൻ, പറഞ്ഞു കൊടുക്കാൻ, തിരുത്തി കൊടുക്കാൻ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ മനസാക്ഷിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അപജയങ്ങളും ധാർമ്മികതയെക്കുറിച്ചും പറയാൻ എപ്പോഴും മലമേൽ പണിത പട്ടണം പോലെ, പീഠത്തിന്മേൽ വെച്ച വിളക്ക് പോലെ ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ട സഭ ഈ മുന്നോട്ടും ഇനി ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കേണ്ട സിറ്റുവേഷൻസാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ഒരു തമാശയ്ക്ക് AI ചാറ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതി, ജീസസിനെ പറ്റി ഒരു തമാശ പറയാമോ എന്ന് ചോദിച്ചു. അപ്പം ഒത്തിരി തമാശ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയണം. അപ്പോൾ ഉടനെ ഇങ്ങനെ എഴുതി തന്നു, ജെറുസലേമിൽ ട്രിപ്പിന് പോയ തോമ. അപ്പം പുള്ളിക്കാരൻ ഗൈഡിനോട് ചോദിക്കുകയാണ് ബോട്ടിങ്ങിന് എത്രയാവും. അപ്പോൾ ഗൈഡ് പറയുന്നു 4000. അപ്പോൾ ഉടനെ തന്നെ തോമ പറയുകയാണ്, വെറുതെ അല്ല കർത്താവ് വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നടന്നു പോയത്. അങ്ങനെ എടുത്ത് ഞാൻ വേറൊരു മതത്തെപ്പറ്റിയും ഇങ്ങനെ അവരുടെ ദൈവത്തെപ്പറ്റിയും തമാശപരമായിട്ട് ചോദിച്ചു. അപ്പം അവർ ആ ഒരു തമാശകൾ ഇല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തമാശകൾ പറയാൻ പറ്റില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? AI ബയാസ്ഡ് ആണോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ദിവസരിക്ക് ചോദിച്ചത്. അതെ, ബയസ്ഡ് ആണ്. അതെന്തുകൊണ്ടാണ് ബയസ്ഡ് ആവുന്നത്? AI-നെ ട്രെയിൻ ചെയ്തത് ആര്? മനുഷ്യർ തന്നെയാണ്. മനുഷ്യൻ ബയസ്ഡ് ആണെങ്കിൽ AI-യും ബയസ്ഡ് ആവും. അത്രേ ഉള്ളൂ. അത് AI-യുടെ AI ഭക്ഷണം പിടിക്കുന്നതല്ല. കൃത്യമായ ഉദാഹരണം പറയുകയാണെങ്കിൽ ചൈനയുടെ AI ടൂളാണ് ഡീപ് സീക്ക് എന്ന് പറയുന്ന AI ടൂൾ. അത് ചൈന ഡെവലപ്പ് ചെയ്തെടുത്താണ്. അത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. എന്താണ് ജെമിനി, അതിനൊക്കെ കുറേ കോസ്റ്റ്ലിയാണ്, ഡീപ് സീക്ക് ഭയങ്കര ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശ്രദ്ധിച്ച് കാണും, ഡീപ് സീക്കിനോട് നമ്മൾ ചോദിക്കുകയാണ് Tiananmen സ്ക്വയറിൽ ചെറുപ്പക്കാരെ ടാങ്കർ കയറ്റിക്കൊന്ന ആ ഒരു സംഭവം, അത് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഡീപ് സീക്ക് എന്താ പറയാൻ പോകുന്നത്? ഡീപ് സീക്ക് പറയും അവനെ ന്യായീകരിക്കും. എന്തായിരിക്കും അതിന് കാരണം? ഒരുപക്ഷെ ലോകം മുഴുവൻ അവനെ തെറ്റെന്ന് പറഞ്ഞാലും അത് അന്ന് ഗവൺമെൻറ് അത് ചെയ്തത് ശരിയാണ് എന്ന് ഡീപ് സീക്ക് പറയാൻ എന്താ കാരണം? കാരണം അത് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ചൈനയിൽ അങ്ങനെ ഒരു വാദം നിലനിൽക്കുന്നത് കൊണ്ട് അവനെതിരായി പറയുന്ന ഒരു AI ടൂളിനെ അവർ അംഗീകരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവനെ ട്രെയിൻ ചെയ്ത ചൈനീസ് മൈൻഡ് ഒരു പക്ഷേ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ Tiananmen സ്ക്വയർ എന്ന് പറയുന്ന ഇൻഫർമേഷനെ ആരതിനെക്കുറിച്ച് ചോദിച്ചാലും അതിനെ ഗവൺമെൻറ്റിൻ്റെ വശത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് അവന് കൊടുത്തിരിക്കുന്നത്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ റഷ്യ ഒരു AI ടൂള് ഇറക്കിയാന്ന് കരുതുക. അങ്ങനെ ഒരെണ്ണം എനിക്ക് പറഞ്ഞുകൂടാ. റഷ്യ ഒരെണ്ണം ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ അതിൽ നമ്മൾ അതിനോട് ചോദിക്കുകയാണ്, ഉക്രൈൻ റഷ്യ വാറിനെ കുറിച്ച് ചോദിച്ചാൽ ആ ടൂൾ എന്താ പറയുക? മനസ്സിലായല്ലോ, സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കൂടുതൽ AI ടൂൾസും ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? അമേരിക്കയിലാണ് അല്ലേ? പ്രത്യേകിച്ചും വൈറ്റ് ആയിട്ടുള്ള അമേരിക്കയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റഡി ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. അതായത് AI-യോട് പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് AI-യുടെ ബയസിനെ കുറിച്ച് തന്നെയുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതിനെ പബ്ലിഷ് ചെയ്യാൻ പറ്റും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് ചില റിസർച്ചുകൾ നടന്നതിൻ്റെ അകത്ത് OpenAI ആവാം അല്ലെങ്കിൽ ജെമിനി ആവാം ബയസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ ജെൻഡർ ബയസ്ഡ് ആണ്. കൃത്യമായൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആമസോൺ ഒരിക്കൽ അവരുടെ കമ്പനിയിൽ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഡ്രൈവിൽ അവർ AI-യുടെ സഹായം തേടി. അപ്പോൾ ഒത്തിരി ബയോഡേറ്റകൾ വരികയാണല്ലോ. ഒത്തിരി ബയോഡേറ്റകൾ വരുമ്പോൾ അത് മുഴുവൻ വായിക്കാൻ ഹ്യൂമന് പോസിബിൾ അല്ല. അപ്പോൾ അത് എന്ത് ചെയ്തു? AI ഏൽപ്പിച്ചു. AI ബയോഡേറ്റകൾ മുഴുവൻ, ആളുകൾ സബ്മിറ്റ് ചെയ്ത ബയോഡേറ്റകൾ മുഴുവൻ അതിനെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്തിട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള ചുമതല
എനെ ഏൽപ്പിച്ചു. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇടുക. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് 100% വന്നേക്കുന്നത് ആരാണ്? മെയിൽ മാത്രമാണ്. പെൺകുട്ടികളായിട്ട് ആരും അതിൻ്റെ അകത്ത് AI എടുത്തിട്ടില്ല. അപ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ഇതങ്ങനെ സംഭവിച്ചതെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും അത് എയുടെ കുഴപ്പമല്ല. എയിലേക്ക് നമ്മൾ ട്രെയിനിങ്ങിനായി ഇട്ടുകൊടുത്ത ബയോഡാറ്റ കഴിഞ്ഞ 10 വർഷത്തെ എംപ്ലോയീസിൻ്റെ ലിസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും മെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടുകൊടുത്ത് ട്രെയിൻ ചെയ്ത ഡാറ്റ, ആ ഡാറ്റയിൽ മെയിൽ ആണ് കൂടുതൽ വന്നതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഫീമെയിലിനെ വേണമായിരുന്നു. പക്ഷേ ആ ഡാറ്റയ്ക്കകത്ത് മെയിലായിരുന്നുകൊണ്ട് ഗേൾസ് കോളേജിൽ പഠിച്ച ആളെന്ന് കാണുമ്പോൾ തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഗേൾ എന്ന് വരുന്ന എല്ലാം റിജക്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അത് എയുടെ പ്രത്യേകത. ഇനി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ക്രിസ്തുവിൻ്റെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കാം എനെ പ്രോസസ്സ് ചെയ്തിരിക്കുക? അപ്പോൾ ക്രൈസ്റ്റിനെ കുറിച്ചൊരു തമാശ പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് പറയാൻ കാരണം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് ഹിസ്റ്ററി നോക്കുവാണ്. ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തു മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള തമാശകൾ എവിടെയെങ്കിലും എന്താണ് ഇൻടോളറൻസ് ആയിട്ട് വന്നിട്ടുണ്ടോ? വളരെ റെയറായിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം ഈ പ്രോസസ്സ് ചെയ്തിരിക്കുന്ന ഒരു പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കുറച്ചുകൂടി ഓപ്പണായിട്ട് ക്രിസ്ത്യൻ റിലീജിയനെ ക്രിട്ടിസൈസ് ചെയ്യാനോ തമാശ പറയാനോ ക്രൈസ്റ്റിനെ ഇങ്ങനെ വരാനോ ഒക്കെ സ്വാതന്ത്ര്യമുള്ള, അതിനെ ഒപ്പം തന്നെ എന്താണ് തെറ്റായി കണ്ട് ശിക്ഷിക്കാത്ത ഒരു നാട്ടിലുള്ള ആളുകളാണ് ഇതിനെ പ്രോസസ്സ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡാറ്റ അങ്ങനെയുള്ള ഡാറ്റയാണ് എന്ന് കണ്ടു. എന്നാൽ നേരത്തെ പറഞ്ഞ മതത്തെ അതിനെ എന്താണ് ഇത്തരത്തിൽ അതിൻ്റെ പ്രവാചകനെയോ അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളെയോ അപകീർത്തികരമായോ അല്ലെങ്കിൽ തമാശയായോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ കാര്യമായി കാണുകയും അപ്പോൾ തന്നെ അത് ശിക്ഷിക്കുകയും അതെന്താ പറയുക അതൊരു ദൈവനിന്ദയായി പരിഗണിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഇവൻസ് ഹിസ്റ്ററിയിൽ പലതും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ അനലൈസ് ചെയ്തിട്ട് അതൊരു കാരണം. അപ്പോൾ പറഞ്ഞു അതങ്ങനെ ചെയ്യാം. മറ്റൊന്ന് എന്താണ് അത്തരത്തിൽ ആ മതത്തെ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ദൈവത്തെ അപകീർത്തിപരമായി പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെ ടോളറേറ്റ് ചെയ്യുന്നതാണോ അല്ലയോ എന്നുകൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിന് മുന്നേ ഉള്ള ഹിസ്റ്ററിനെയും ഡാറ്റകളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലായി എന്ത് മനസ്സിലായിട്ടുണ്ട്? ക്രൈസ്റ്റിനെ കുറിച്ച് ജോക്സ് പറയുന്നതിൻ്റെ അകത്ത് പ്രശ്നങ്ങളില്ല, എന്നാൽ മറ്റേ കുറിച്ച് ജോക്സ് പറയുന്നതിൻ്റെ അകത്ത് ചരിത്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ വളരെ പ്രൊഡൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രൊഡൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അപ്പോൾ തന്നെ എടുക്കുകയും ഐ എം സോറി എന്ന് പറയുകയും ചെയ്തതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അത് തന്നെ തീരുമാനിച്ചതല്ല, മറിച്ച് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തെടുത്ത ഒരു തീരുമാനമാണ് എന്ന് വേണം പറയാൻ.